ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ടിലെ മക്കളേക്ക് ഒരിക്കൽ കൂടി എജ്യൂപോർട്ടിലെ എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജ്യൂപോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഇത്രയുള്ള സംഭവം. നിങ്ങളുടെ മോഡൽ എക്സാം, ഈ മോഡൽ എക്സാമിന് ജസ്റ്റ് പാസ് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, മോഡൽ എക്സാമിന് പാസ്സാവുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ലാത്ത അല്ലെങ്കിൽ ശാശ്വതമല്ലാത്തൊരു കാര്യമാണ്. എങ്കിലും പാസ്സാവണം, നിങ്ങളുടെ കോൺഫിഡൻസിന് അതാണ് ബെറ്റർ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണിത്. A+ന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, ഇത് പാസ് മാർക്കിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ഉണ്ടോ. പാസ് മാർക്ക് പറയുമ്പോൾ ഒരു 30 മാർക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിരിക്കണം, ഇത് ബെനിഫിറ്റ് ഉണ്ട്. മോഡൽ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കണമെങ്കിലും നിങ്ങൾക്ക് ഒരേ സമയം ഇത് മോഡൽ എക്സാമിനും പ്ലസ് എന്ത് ചെയ്യാം, നിങ്ങളുടെ പബ്ലിക് എക്സാം മാർച്ചിലെ പബ്ലിക് എക്സാമിനും എന്ത് ചെയ്യാം, ഇത് ഉപയോഗപ്പെടുത്തും. അപ്പോൾ ഒരേ സമയം രണ്ടിനും കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതുകൊണ്ടാണ് ഈ വീഡിയോനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ 30 മാർക്കിന് ഓക്കെ, ഒരു 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചേർത്തത്. എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്? ഒന്നാമത്തത് ടൈപ്സ് ഓഫ് എക്കോണമീസ്, അഥവാ നിങ്ങൾ പഠിക്കണം. ടൈപ്സ് ഓഫ് എക്കോണമീസ് പറയുമ്പോൾ വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി. ഇത് മൂന്നും ഈ പേരിലല്ല പഠിക്കേണ്ടത്. ഓക്കെ, ക്യാപിറ്റലിസത്തിന് പേര് നമ്മൾ പറയും പ്രൈസ് മെക്കാനിസം എന്നാണ് പറയുക. എന്താ പറയുക? പ്രൈസ് മെക്കാനിസം, അല്ലെങ്കിൽ മലയാളത്തിൽ വില സംവിധാനം എന്ന് പറയും. ഓക്കെ, വില സംവിധാനം എന്താണെന്ന് ചോദിക്കും. അതേപോലെ രണ്ടാമതായിട്ട് വില സംവിധാനം ചോദിക്കുന്ന പോലെ തന്നെ സോഷ്യലിസത്തിന് മറ്റൊരു പേര് പറയും സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്നാണ് പറയുക. എന്താ പറയുക? സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് പേരുകളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. കാരണം പരീക്ഷയ്ക്ക് ഈ പേരുകളാണ് ചോദിക്കുക. അപ്പോൾ സോഷ്യലിസം, സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും മാർക്കറ്റ് മെക്കാനിസം, പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമി എന്നും പറയാറുണ്ട് കേട്ടോ. മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പേരുകളാണ് പഠിച്ചേക്കുക. അതിൻ്റെ പ്രത്യേകതയും പഠിച്ചേക്കുക. ഒരു 2-3 മാർക്കിനാണ് അവിടെ ചോദ്യങ്ങൾ വരിക. മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3 മാർക്ക് വരെ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്തത് PPC ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ടത് PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അതെങ്ങനെ വരക്കണം, അതിൻ്റെ ഷേപ്പ് എന്താണ്, അതിൻ്റെ ഷേപ്പ് മറക്കരുത്. കോൺകേവ് ഷേപ്പാണ് കേട്ടോ. എന്ത് ഷേപ്പാണ്? കോൺകേവ് ഷേപ്പാണ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ അത് വരക്കാനും പഠിക്കണം, മറക്കരുത്. ഇനി മൂന്നാമത്തത് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവാണ്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 എണ്ണം ഉണ്ട്. നിങ്ങൾ 5 എണ്ണം ഒന്നും പഠിക്കണ്ട. ഈ 5 എണ്ണത്തിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4 എണ്ണം അല്ലെങ്കിൽ ഒരു 3 എണ്ണം, 3-4 എണ്ണം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. നിർബന്ധമായിട്ട് പഠിക്കണ്ടോ. ഇത് സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ളതാണ്. ഇനി അടുത്തത് സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള മറ്റൊരു ചോദ്യം, ബജറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇതൊരു 5 മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 8 മാർക്കിന് വരെ ചോദ്യമായിട്ട് വരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു വെക്കാം. ഒന്ന് ബജറ്റ് കൺസ്ട്രെയിൻസ്. ബജറ്റ് കൺസ്ട്രെയിൻറ്റ് പറഞ്ഞാൽ P1 പറയാം, P2 പറയാം, എമ്മും പറയാം. ഇത് മൂന്നുമാണ് ബജറ്റ് പരിമിതികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബജറ്റിൻ്റെ നിയന്ത്രണങ്ങൾ ഈ 3 ആൾക്കാരാണ്. അതുപോലെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ചെരിവ് അഥവാ സ്ലോപ്പ് കാണാൻ, ആൻഡ് ബജറ്റ് ലൈൻ ഇക്വേഷൻ. ചെരിവ് കാണാൻ എന്താ ചെയ്യുക, -P1/P2 ചെയ്താൽ മതി. ഓക്കെ, നോക്കി വെക്കണം. ബജറ്റ് ലൈൻ്റെ ഇക്വേഷനും ശ്രദ്ധിക്കുക. P1x1 + P2x2 ≤ m എന്നുള്ളത് ബജറ്റ് ലൈൻ ഇക്വേഷൻ അല്ല, അത് ബജറ്റ് സെറ്റ് ഇക്വേഷൻ. ബജറ്റ് സെറ്റാണ്, ബജറ്റ് ലൈൻ അല്ല, ബജറ്റ് സെറ്റ് ഇക്വേഷനാണ്. ബജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ആ ലൈനിലൂടെ വരുമ്പോൾ ഈക്വൽ ഉണ്ടായിട്ടുണ്ടോ, മറക്കരുത്. ഇനി അതേ ചാപ്റ്റർ എന്നുള്ള തന്നെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അത് പലതരത്തിലുണ്ട്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സാധാരണ പരീക്ഷയ്ക്ക് ΔQ / ΔP × P/Q എന്ന ഫോർമാറ്റാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അത് തന്നെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. പിന്നെ എന്താണ്, ഗ്രാഫിക്കൽ മെത്തേഡിൽ ചോദിക്കാറുണ്ട്, പോയിന്റ് ഇലാസ്റ്റിസിറ്റി ചോദിക്കാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ എന്നുള്ള TC, TVC, TFC, AC, AVC, AFC, MC. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക്, മിക്കവാറും 5 മാർക്കിനാണ് ചോദ്യം വരാറുള്ളത്. അപ്പോൾ ഈ 5 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങളതൊന്ന് പഠിച്ചു വെക്കാം. ദെൻ AC-യും MC-യും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കാറുണ്ട് പരീക്ഷ. AC, MC തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പരീക്ഷ ചോദിക്കും. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യാം, ഒന്ന് നോക്കിക്കാം. AC, MC തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലൈവിലൊക്കെ പറഞ്ഞ കാര്യമാണ്. അത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ഈ പറഞ്ഞ അതെല്ലാം 3ാമത്തെ ചാപ്റ്ററാണ്. 4ാമത്തെ ചാപ്റ്ററൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ഷോർട്ട് റണ്ണിൻ്റെയും ലോങ് റണ്ണിൻ്റെയും വ്യത്യാസം നിങ്ങൾ പഠിച്ചേക്കാം. എന്താണ് ഷോർട്ട് റൺ, എന്താണ് ലോങ് റൺ വ്യത്യാസം പഠിച്ചേക്കാം. ഇനി 4ാമത്തെ ചാപ്റ്റർ പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചേക്കണം. അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം. പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ ഫീച്ചേഴ്സ് ഒരു 3 അല്ലെങ്കിൽ 4 മാർക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യം പ്രതീക്ഷിക്കാം. 3 അല്ലെങ്കിൽ 4 മാർക്ക്. എന്നാൽ ഈ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അഥവാ ലാഭം പരമാവധിയാക്കുന്ന സംഭവമുണ്ട്. അത് മിക്കവാറും ഷോർട്ട് റൺ ആണ് ചോദിക്കാറുള്ളത്. അതിനൊരു 3 കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. ഇത് പരീക്ഷയ്ക്കൊരു 5 മാർക്ക് മുതൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 8 മാർക്കിനായിട്ട് ചോദ്യം വരാം. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചേക്കാം. ഒരു essay ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞത്. essay ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. അതേപോലെ മറ്റൊരു essay ക്വസ്റ്റ്യൻ എന്താ, ബജറ്റ് ലൈൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും എന്ത് ചെയ്യാം, essay ക്വസ്റ്റ്യൻ ആയിട്ട് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കോസ്റ്റിന് essay ക്വസ്റ്റ്യൻ ആയിട്ട് TC, TVCയുടെ ക്വസ്റ്റ്യനും വരാം. അപ്പോൾ 3 essay ക്വസ്റ്റ്യൻ ആയി. ഇനി നിങ്ങൾ നോക്കേണ്ട ഈ പറഞ്ഞ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ. ഇതും 4ാമത്തെ ചാപ്റ്ററിനാണ്. സപ്ലൈ നിർണ്ണയിക്കുന്ന 3 ഘടകങ്ങൾ. ഒന്ന് ഇൻപുട്ട് പ്രൈസാണ്, അത് നെഗറ്റീവ് എന്താണുള്ളത്. 2 ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്, അത് പോസിറ്റീവ് ബന്ധമാണുള്ളത്. 3ാമത്തെയും അവസാനമായിട്ട് പറയുന്നത് ഇതിലെന്താണ്, യൂണിറ്റ് ടാക്സ് ആണ്. യൂണിറ്റ് ടാക്സ് ആണ് പറഞ്ഞത്.
യൂണിറ്റ് ടാക്സും നെഗറ്റീവ് ബന്ധമാണുള്ളത്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് പ്രൈസ് സീലിംഗ് ആണ്. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ വില പരിധി അല്ലെങ്കിൽ തറവില എന്ന് പറയും അല്ലേ. പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ 5ാമത്തെ ചാപ്റ്റർ എന്നാണുള്ളത്. ഇതിൽ നിന്ന് മിക്കവാറും ഒരു 6 മാർക്ക്, മിക്കവാറും ഏതെങ്കിലും ഒന്ന് 5 മാർക്കിനായിരിക്കും ചോദ്യം വരിക കേട്ടോ. 5 മാർക്കിനായിരിക്കും ചോദ്യം വരിക. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. 5 മാർക്കിനായിരിക്കും മിക്കവാറും ചോദ്യം വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യമാണ് മൈക്രോ ഉള്ളത്. മൈക്രോ നിങ്ങളൊരു 20 മാർക്കോളം സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കാം. അതിൻ്റെ മാക്രോ നിങ്ങൾക്ക് 25 മാർക്ക്. മാക്രോന്ന് 25 മാർക്ക് ഞാൻ പറഞ്ഞത്. അപ്പോൾ മൈക്രോയിൽ ഞാൻ പറഞ്ഞ ഒരു 30 മാർക്കിൻ്റെ ഏരിയ ഞാൻ പറഞ്ഞു വെച്ചു. അതേപോലെ മാക്രോയിൽ ഞാൻ പറയുന്നത് ഒരു 25 മാർക്കിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഈ രണ്ട് ഏരിയ പഠിച്ചാൽ അത്രയും നല്ലത്. കാരണം നിങ്ങൾക്ക് ഒരു 55 മാർക്കോളം 50ൻ്റെ മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 55 പ്ലസ് മാർക്കാണ് ഞാൻ പറയുന്നത്. അത്രയും മാർക്ക് എന്ത് ചെയ്യാം, മൈക്രോയും പ്ലസ് അതിൻ്റെ കൂടെ മാക്രോയും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മാക്രോയിൽ നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കേണ്ട കാര്യമാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കണം. അതുപോലെ സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി. എക്കോണമിയിൽ 4 സെക്ടേഴ്സ് ഉള്ളത്. ഫേംസ് ഉണ്ട്, ഹൗസ് ഹോൾഡ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, എക്സ്റ്റേണൽ സെക്ടർ ഉണ്ട്. ഇങ്ങനെ 4 സെക്ടറുകളുള്ള കാര്യം നോക്കി വെക്കണം, നിർബന്ധമായിട്ടും പഠിക്കാം. പിന്നെ സ്റ്റോക്കും ഫ്ലോയും ഇത് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന കാര്യമാണ്. സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇത് വരിക. ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്തിട്ടാണ് ചോദിക്കുക ഏതൊക്കെയാണ് ഫ്ലോ ഏതൊക്കെയാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അടുത്ത GDP ഡീഫ്ലേറ്ററാണ്. GDP ഡീഫ്ലേറ്റർ പരീക്ഷ ചോദിക്കാറുണ്ട്. ഇത് പരീക്ഷയ്ക്ക് 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുക, അല്ലെങ്കിൽ 1 മാർക്കിനാണ് ചോദ്യം വരിക. 1 അല്ലെങ്കിൽ 2 മാർക്കിന്. എന്താണ് GDP ഡീഫ്ലേറ്റർ? GDP ഡീഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? GDP ഡീഫ്ലേറ്റർ ഇസ് ഈക്വൽ ടു നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. ഇതാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം പഠിച്ചു വെക്കണം. നെക്സ്റ്റ് GDPയും വെൽഫെയറും. GDP ഒരു ക്ഷേമ സൂചികയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എഴുതണം നോ, പറ്റില്ല. അതിന് 4 കാരണങ്ങളുണ്ട് അല്ലേ. 4 കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ശരിയാവാത്തത്, വെൽഫെയർ ഇൻഡെക്സ് ആവാത്തത്. ആ 4 കാരണങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോക്കിയേക്കാം. ഇനി അടുത്ത് നോക്കാനുള്ളത് 3ാമത്തെ ചാപ്റ്റർ, നമ്മുടെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് RBI. റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു ഭാഗം പഠിച്ചു വെക്കാം. അപ്പോൾ 3ാമത്തെ പാഠത്തിൽ നിന്ന് ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് കേട്ടോ. 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിനാണ് എന്ത് ചെയ്യാറില്ല ചോദ്യം ചോദിക്കാറില്ല റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ. അതുപോലെ തന്നെ ലിക്വിഡിറ്റി ട്രാപ്പ് വളരെ റയറായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ചോദ്യം വരുമോ എന്ന് അറിയില്ല, പക്ഷേ മുൻപൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദ്രവ്യത കെണി എന്താണെന്ന് ചോദിക്കും. ഓക്കെ, സംഗതി വേറെ ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ പോകുന്ന ഇവിടെ ഈ ഒരു ഭാഗത്തിനാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു സംഗതി തന്നെ. ഇനി അടുത്ത കോമ്പണൻസ് ഓഫ് ആഗ്രിഗേറ്റഡ് ഡിമാൻഡ്. ആക്ച്വലി ഇത് 4ാമത്തെ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 4th ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 സെക്ടർ മോഡലിലെ കോമ്പണൻസ് ഓഫ് ആഗ്രിഗേറ്റഡ് ഡിമാൻഡ് ഒരു 4 മാർക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ് ബജറ്റിനെ കുറിച്ചുള്ളതാണ് 5ാമത്തെ ചാപ്റ്റർ എന്നുള്ളത്. 5ാമത്തെ ചാപ്റ്ററിൽ ഗവൺമെൻറ് ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ രസീതുകൾ അതുപോലെ മൂലധന രസീതുകൾ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, ആ ഫ്ലോ ചാർട്ട് പഠിച്ചുകൊണ്ട് പരീക്ഷ ചോദിക്കും കേട്ടോ. ഓക്കെ, ഒരു 3-4 മാർക്കിന് തന്നെയാണ് ഇവിടെയും ചോദ്യങ്ങൾ വരാറുള്ളത്. ദെൻ 6ാമത്തെയും അവസാനമായിട്ടുള്ള ചാപ്റ്റർ 6th ചാപ്റ്റർ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കേജുകൾ. 3 തരം ലിങ്കേജുകളുള്ളത്. ഓക്കെ, പ്രൊഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ്, അതുപോലെ ഇൻകം മാർക്കറ്റ്, നമ്മൾ പറയും ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ് ആൻഡ് ലേബർ മാർക്കറ്റ് ലിങ്കേജ് അല്ലേ. തൊഴിൽ മാർക്കറ്റിൻ്റെ ലിങ്കേജ് ഉണ്ട്, അതുപോലെ തന്നെ ഉൽപ്പന്ന വിപണിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ധനകാര്യ വിപണിയുണ്ട്. ഈ 3 ലിങ്കേജുകൾ എന്ത് ചെയ്യുക നോക്കി വെക്കാം. ദെൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും തമ്മിലുള്ള വ്യത്യാസം ഒരു 3 അല്ലെങ്കിൽ 4 മാർക്കിന് എന്ത് ചെയ്യാം ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കിയേക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്തിനാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പാസ് മാർക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്കറിയാം പാസ് മാർക്ക് എന്നതിനേക്കാൾ ഉപരി നമ്മളിവിടെ കണ്ടൊരു കാര്യമുണ്ട് അല്ലേ. പാസ് മാർക്ക് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളിവിടെ കണ്ടത് ഒരു 55 മാർക്ക്, 55-ൽ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 55 കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രമുണ്ട്. അപ്പോൾ ഈ ഒരു 55 മാർക്ക് നിങ്ങൾക്ക് സെറ്റാക്കുകയാണെങ്കിൽ ഈ ഒരു 55 മാർക്ക് ഞാൻ പറഞ്ഞല്ലോ 55 മാർക്ക് എത്രയിലാണ് മിനിമം പറഞ്ഞത് 80-നാണ്. ഓക്കെ, 80-ൽ ഈ പറഞ്ഞ 55 മാർക്ക് നിങ്ങൾക്ക് സെറ്റാക്കണമെങ്കിൽ മക്കളെ ഞാൻ ഒരു കാര്യം ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. വേറെ ഒന്നുമില്ല, അതായത് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു ബാച്ചാണ്. വേറെ ഒന്നുമില്ല, നിങ്ങളോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഷർട്ട് വാങ്ങുന്ന പൈസക്ക് നമുക്ക് എന്താണ് നിങ്ങളുടെ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് A+ ലെവലിലേക്ക് എത്തിക്കാനാണെങ്കിലും ഇനി ജസ്റ്റ് പാസ്സാവുന്ന ഒരാളാണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കോടുകൂടി ഞാൻ പറഞ്ഞല്ലോ 50+ മാർക്കിൽ നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ടാണെങ്കിലും മക്കൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് റാപ്പിഡ് റിവിഷൻ ബാച്ചിനെ കുറിച്ച്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ട കാര്യത്തിലുള്ളൂ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്ത് ചെയ്യും
നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും കാണുന്നവർക്കും എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് പറയുകയാണ്. ആൻഡ് നന്നായിട്ട് പഠിക്കുക. വീണ്ടും നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്തിടുക. വീണ്ടും കാണുന്നവർക്കും വൺസ് അഗൈൻ ഇറ്റ്സ് മീ സെൽഫ് സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.